Hi, hello, my dear students. We are starting a new chapter. Chapter 3 Social Analysis through Sociological Imagination. നല്ലൊരു ചാപ്റ്ററാണ്. ഇതധികം ലെങ്തി ഒന്നുമല്ല. നമ്മൾ ഹിസ്റ്ററിയിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഒന്നും രണ്ടും ചാപ്റ്റേഴ്സ് നമുക്കറിയാം കുറച്ച് ലെങ്തി ആയിരുന്നു അല്ലേ. എന്നാൽ ഈ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അധികം ലെങ്തി അല്ല. നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകും. കാരണം ഇത് സോഷ്യോളജിയുടെ ഒരു ചാപ്റ്ററാണ്. സോഷ്യോളജി എന്താണ്? സോഷ്യോളജി, വാട്ട് ഈസ് സോഷ്യോളജി? ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, ദാറ്റ് ഈസ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ 3 സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇപ്പോൾ ഇവിടെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് പുതിയ വാക്കുകളൊക്കെ കാണുന്നുണ്ട്. ഒരു വാക്കെന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജ് എന്നുള്ളതാണ്. കോമൺ സെൻസ് ഇപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോമൺ സെൻസ്. ഇപ്പോൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അവരുടെ ജന്മനാൽ അല്ലെങ്കിൽ അവരുടെ ബർത്ത് കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു നോളജാണ് കോമൺ സെൻസ് നോളജ്. അവർ സ്കൂളിൽ പോകണമെന്നില്ല, പഠിക്കണമെന്നില്ല, അവർക്ക് ലിറ്ററസി ഉണ്ടാകണമെന്നില്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട, ഇന്ന കാര്യമാണ് എൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ കാരണം, അല്ലെ ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായത്, ഇതൊക്കെ അവർക്കൊരു സ്വന്തമായിട്ടൊരു ഒരറിവുണ്ട് അല്ലേ, ഒരു നോളജ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ സെൻസ് നോളജ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന ആ ഒരു പുതിയ വാക്കാണ് കോമൺ സെൻസ് നോളജ്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് മതി, സ്കൂളിലൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോർമൽ എഡ്യൂക്കേഷൻ ലഭിച്ചില്ലെങ്കിലും അത്യാവശ്യം ഒരാൾക്ക് തൻ്റെ കോമൺ സെൻസ് നോളജ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ചിന്തിക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ കറക്റ്റ് കാര്യം. ഈ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഈ നമ്മുടെ നോളജിൻ്റെ, അതായത് ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു സോഷ്യലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് വളരെ ലോയാണ്. ആ ഒരു അറിവെന്ന് പറയുന്നത് ഒരു ലോ ഗ്രേഡ്. അപ്പം നമുക്കതൊന്ന് പഠിക്കാം. വാട്ട് ഈസ് കോമൺ സെൻസ് നോളജ്? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നമ്മുടെ ഈ ടെക്സ്റ്റിൽ 3rd ചാപ്റ്റർ തുടങ്ങുമ്പം ഒരു അനുവിനെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അനു അതൊരു മൺസൂൺ സീസൺ ആയിരുന്നു. അനുവിൻ്റെ വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ ഗ്രോസറി ഷോപ്പിൽ ചെന്നപ്പം ആ ഷോപ്പ് ഓണർ അനുവിനോട് പറയുന്നുണ്ട്, അല്ലെ അനുവിൻ്റെ പപ്പയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് രൂപ ഓൾറെഡി തരാനുണ്ട്, അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഐറ്റം തരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ അനു ചിന്തിക്കുകയാണ്, അവരുടെ ഈ ഇൻകം ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഈ പോവർട്ടി, അവരുടെ ഈ പ്രശ്നം, അവരുടെ പ്രോബ്ലം അവരുടെ മാത്രം പ്രോബ്ലമാണ്. ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദെയർ ഓൺ. ഇപ്പോൾ ഇവളെന്താണ് വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് വലിയ കടമുണ്ട്, വി ഹാവ് ഹ്യൂജ് ഡെപ്റ്റ്, വി ഹാവ് നോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അവിടെ പപ്പയ്ക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്, വല്ലപ്പോഴുമേ ഒരു ജോലി കിട്ടുന്നുള്ളൂ, അപ്പോൾ അവരുടെ ഇൻകം കുറവാണ്. അപ്പോൾ അനു എന്താണ് ചിന്തിക്കുക? ഓൾ ദീസ് പ്രോബ്ലംസ് ആർ ദ റെസ്പോൺസിബിലിറ്റി ഈസ് ഒൺലി ദംസെൽസ്. അവരുടെ മാത്രമാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അവരാണ് ഇതിൻ്റെ കുഴപ്പക്കാരൻ എന്നാണ് ആര് ചിന്തിക്കുന്നത്? അനു. എന്തുകൊണ്ടാണ് അനു അങ്ങനെ ചിന്തിക്കുന്നത്? അനുവിൻ്റെ വീട്ടിലെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം അനു ചിന്തിക്കുന്നത് അനുവിൻ്റെ മാത്രമാണ്. ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഷീ ആൻഡ് ഹെർ ഫാമിലി, ഹെർ ഫാദർ, മദർ ആൻഡ് സിബ്ലിങ്സ്. നോ, ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. സത്യത്തിൽ അതല്ല കാര്യം. അനു മാത്രമല്ല, അനുവിൻ്റെ ഫാമിലി മാത്രമല്ല, അവരുടെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൻ്റെ യഥാർത്ഥ റീസൺ. അപ്പോൾ അനുവിൻ്റെ നോളജ് എന്താണ്? കോമൺ സെൻസ് നോളജ്. അവൾ അവിടെ കോമൺ സെൻസ് നോളജ് കൊണ്ട് ചിന്തിക്കുകയാണ്, ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദെയർ ഓൺ. ഓക്കെ, അപ്പോൾ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. പേജ് നമ്പർ 48 പറയുന്നുണ്ട്, അനു ബിലീവ്സ് ദ പ്രോബ്ലം ഷീ ഈസ് എക്സ്പീരിയൻസ് ഡ്യൂ ടു പേഴ്സണൽ റീസൺ. ഉണ്ടോ ആ പാരഗ്രാഫിൽ പറയുന്നുണ്ടോ? അനു തിങ്സ് ദ പ്രോബ്ലം ഷീ ഈസ് എക്സ്പീരിയൻസിങ്. എന്താണ് അവരുടെ പ്രോബ്ലം? ഫിനാൻഷ്യൽ പ്രോബ്ലം.
ദാറ്റ് ഈസ് ഡ്യൂ ടു പേഴ്സണൽ റീസൺ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അനു ചിന്തിക്കുന്നത് ഈ കോമൺ സെൻസ് നോളജ് കൊണ്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് കോമൺ സെൻസ് നോളജ്? കോമൺ സെൻസ് നോളജ് ഈസ് ദ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ് അക്വയർ അബൌട്ട് ദ വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ തന്നെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്, അയാളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്, അയാൾ ജീവിച്ചു വളരുന്ന ആ നാട്ടിലെ കൾച്ചറൽ നോളജ് കൊണ്ട് അയാൾ അതൊരു ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിക്കുക, ഡയറക്റ്റ്. അത് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അയാളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. എങ്ങനെയാണ് ഈ ചിന്തയിലേക്ക് ഇവർ വരുന്നത്? അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ? അവൾ നോക്കുമ്പോൾ അവിടെ അച്ഛന് ജോലിയില്ല, അവരുടെ അയലോക്കത്തുള്ളവർക്ക് ജോലിയില്ല, അപ്പുറത്ത് താമസിക്കുന്ന ചേട്ടന് ജോലി കിട്ടുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ല. അപ്പോൾ അവിടെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് അവൾ സ്വയം എന്ത് വിചാരിക്കുകയാണ്? ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന ആ ഫാമിലിയുടെ പ്രോബ്ലം അവരുടെ മാത്രമാണ്, അവരുടെ കുറ്റം കൊണ്ടാണ്, അവരുടെ നോട്ടപ്പശവ് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് അവൾ എങ്ങനെ ചിന്തിക്കുന്നു? അവളോട് മറ്റുള്ളവർ പറയുന്നതാകാം. ഒരു പക്ഷേ അവരുടെ നെയ്ബേഴ്സ് അവളോട് പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ അച്ഛൻ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ്, അല്ലെ നിൻ്റെ അച്ഛന് മടിയായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഒരു ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അനുവിൻ്റെ എക്സാമ്പിൾ മാറ്റി വെച്ചാലും ഒരാൾക്ക് ഈ കോമൺ സെൻസ് നോളജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് അവർക്ക് ഈ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നത്? ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കൾച്ചറൽ നോളജ്. സോഷ്യൽ ഇൻട്രാക്ഷനകത്ത് ഏത് വരും? നെയ്ബേഴ്സിൻ്റെ സ്വാധീനം അതിനകത്ത് വരും. നെയ്ബേഴ്സ് അവരോട് പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ അച്ഛൻ പണിക്ക് പോയിരുന്നെങ്കിൽ, അല്ലെ നിൻ്റെ അമ്മ കൂടി പണിക്ക് പോയിരുന്നെങ്കിൽ, ജോലിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ കൊണ്ട്, അവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട്, കൾച്ചറൽ ആ പ്രദേശത്തിൻ്റെ ആ ഒരു കൾച്ചർ കൊണ്ട് അവർക്കുണ്ടാകുന്ന ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരാണ് കോമൺ സെൻസ് നോളജ്. ടീച്ചർ നിങ്ങളോട് പറഞ്ഞു ഇതൊരു ലോ ലെവലാണ്, ലോ ലെവൽ നോളജാണ്. ദിസ് ഈസ് നോട്ട് ഫോർമൽ നോളജ്. ഇത് ഫോർമൽ അല്ല, ഓക്കെ, ഇൻഫോർമലാണ്. എവിടുന്നോ അവർക്ക് കിട്ടിയ ഒരു നോളജ്, അത്രേ ഉള്ളൂ, ഫോർമൽ അല്ല. ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതോ അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് തെളിയിച്ചതോ ആയിട്ടുള്ള ഒരു നോളജ് അല്ല കോമൺ സെൻസ് നോളജ്. അത് അവർ സ്വയം ഡയറക്റ്റ് ആർജിക്കുന്നതാണ്. സോ അത് പറഞ്ഞേക്കുന്നുണ്ടോ, ദിസ് ഈസ് നോട്ട് ഫോർമൽ നോളജ്, റാദർ ദെയർ അസംഷൻസ് ഓർ ഈവൻ ഡേ ടു ഡേ പ്രാക്ടിക്കൽ നോളജ്. ഇതെന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ നോളജാണ്. പണിക്ക് പോകുന്നവർക്ക് കാശുണ്ട്, പണിക്ക് പോകാത്തവർക്ക് കാശില്ല. ഇതൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇത് അവരുടെ ഒരു അസംഷനാണ്, അവരുടെ ഒരു ചിന്തയാണ്. അത് ശരിയാകണമെന്നില്ല. ദിസ് ഈസ് ഓൺലി ആൻ അസംഷൻ, ഡേ ടു ഡേ പ്രാക്ടിക്കൽ നോളജ്. ഇതൊരു പ്രാക്ടിക്കൽ നോളജാണ്. ദിസ് നോളജ് ഈസ് അക്വേർഡ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യലൈസേഷൻ. ആ സൊസൈറ്റിയുടെ ആളുകളുടെ ചിന്താഗതി സോഷ്യലൈസേഷൻ കൊണ്ട് കിട്ടുന്നു, ഒബ്സർവേഷൻ കൊണ്ട് കിട്ടുന്നു. നമ്മുടെ അനുവിൻ്റെ കേസിലെത്തി, അനു എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ജോലിക്ക് എല്ലാ ദിവസവും ജോലി കിട്ടുന്ന പേരൻസിൻ്റെ വീട്ടിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം കുറവാണ്. അപ്പോൾ അതവിടെ ഒബ്സർവേഷനാണ്. അപ്പോൾ അവിടെ അച്ഛൻ എന്നും ജോലിക്ക് പോകാത്തതാണ് പ്രശ്നമെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ സ്വന്തമായിട്ടുണ്ടാകുന്ന ഒബ്സർവേഷൻ, സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, സ്വന്തം ആ ഒരു സോഷ്യലൈസേഷൻ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കോമൺ സെൻസ് നോളജ്. ദിസ് ഈസ് നോട്ട് ഫോർമൽ. അത് പ്രത്യേകം ഓർക്കുക, ദിസ് ഈസ് നോട്ട് ഫോർമൽ, റാദർ ദേ ആർ ഓൺലി അസംഷൻസ്. ചുമ്മാ ഇമാജിനേഷനാണ് അല്ലേ? ചുമ്മാ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഞാനാണ് പ്രശ്നം. ഒരു കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുത്താൽ, ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി എന്താ വിചാരിക്കുന്നത്? അവൻ സ്വയം അസംഷൻ ചെയ്യുകയാണ്, എൻ്റെ മടിയാണ് കാരണം, ഞാൻ പഠിക്കാത്തതാണ് കാരണം. പക്ഷേ റിയലായിട്ട് നമ്മൾ ഫോർമലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കുട്ടി മാത്രമല്ല കുട്ടി പഠിക്കാത്തതിൻ്റെ കാരണം. അവൻ്റെ സ്കൂളാകാം, അവിടുത്തെ ടീച്ചേഴ്സ് ആകാം, അവിടുത്തെ എൻവയോൺമെൻ്റ് ആകാം, അല്ലെ സിലബസ് ആകാം, ടെക്സ്റ്റിൻ്റെ പ്രശ്നമാകാം, 100,000 പ്രശ്നങ്ങൾ കാണും. There are so many other problems, not the problem of that particular child. ആ കുട്ടിയുടെ മാത്രം പ്രശ്നമാണോന്നില്ല. അപ്പോൾ കുട്ടി ഞാനാണ് എൻ്റെ മാർക്ക് കുറയുന്നതിൻ്റെ റീസൺ ഞാൻ തന്നെയാണെന്ന് ഒരു കുട്ടി ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്തയ്ക്ക് നമ്മൾ എന്ത് പറയും? കോമൺ സെൻസ് നോളജ്. ഇറ്റ് ഈസ് നോട്ട് ഫോർമൽ നോളജ്, ഇറ്റ് ഈസ് ഓൺലി ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ത്രൂ their observation, experience and socialization. Do you understand? ഓക്കെ, കോമൺ സെൻസ് നോളജ് എല്ലാവർക്കും ഉണ്ട്. അതൊരു ലോ ലെവൽ നോളജാണ്. ഓക്കെ.
ഇനി നെക്സ്റ്റ്, ക്യാൻ വി ഓൾവേസ് റിലേ ഓൺ കോമൺ സെൻസ് നോളജ് ഫോർ സോൾവിങ് അവർ പ്രോബ്ലം? വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്? കണ്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, നമ്മളോട് ചോദിക്കുക, നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈ കോമൺ സെൻസ് നോളജ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ആൻസർ എന്താണ്? നോ, വി കനോട്ട് ഓൾവേസ് റിലേ ഓൺ കോമൺ സെൻസ് നോളജ് ടു സോൾവ് അവർ പ്രോബ്ലംസ്. പിന്നെ നമുക്ക് അപ്പോൾ എന്ത് മനസ്സിലായി? ദിസ് കോമൺ സെൻസ് നോളജ് ഇറ്റ് ഹാസ് സോ മെനി ലിമിറ്റേഷൻസ്. എന്താണ് ലിമിറ്റേഷൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അതിനൊരുപാട് നെഗറ്റീവ് ഉണ്ടായി, അതിനൊരുപാട് കുറവുകളുണ്ടായി. എന്തൊക്കെയാണ് കോമൺ സെൻസ് നോളജിൻ്റെ ആ ലിമിറ്റേഷൻസ്? ഫസ്റ്റ്, റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്. ഇത് വെറും സ്പെക്കുലേഷൻസ് ആണ്, അല്ലെ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? സയൻറ്റിഫിക് അല്ലെന്നാണ്. ബേസിസ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോ ടൈപ്പ്. അതായത് കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് ആൾക്കാരെ എടുക്കുന്നു. ഈ അനുവിൻ്റെ കേസ് എടുത്താൽ അനു ആരെയൊക്കെ എടുക്കുന്നു? അനുവിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന, ഇപ്പുറത്ത് താമസിക്കുന്ന, അനുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരിയുടെ, അങ്ങനെ കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് മാത്രം നോക്കിയിട്ടാണ് കോമൺ സെൻസ് നോളജിൽ നമ്മളൊരു ചിന്തയിലേക്ക് വരിക. നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓർ സ്റ്റഡീസ്. ഇതിനകത്ത് സയൻറ്റിഫിക് ഒബ്സർവേഷൻ ഇല്ല, സ്റ്റഡീസ് ഇല്ല. കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. ഒരു സോഷ്യൽ പ്രോബ്ലം വളരെ കോംപ്ലക്സ് ആണെങ്കിൽ, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല ആസ്പെക്റ്റ് ഉള്ള ഒരു വലിയ സോഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ അത് ഈ കോമൺ സെൻസ് നോളജ് കൊണ്ട് നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ദെൻ പ്രൊവൈഡ്സ് ഓൺലി പ്രാക്ടിക്കൽ നോളജ്. ഇത് വെറും പ്രാക്ടിക്കൽ നോളജാണ്. അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മാത്രം കൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കോമൺ സെൻസ് നോളജ് മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. കോമൺ സെൻസ് നോളജ് നല്ലതാണ്, അത് നമുക്ക് വേണം, ഓക്കെ. പക്ഷേ നമ്മൾ എന്താണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് മാത്രം പോരാ, കാരണം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്? റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ബേസസ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്പ്, then not based on scientific observation and studies. Complex social problems cannot be understood through common sense knowledge. Provide only practical knowledge. ഇവിടെ കുറച്ച് എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. കോമൺ സെൻസ് നോളജും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പേജ് നമ്പർ 50 ടീച്ചർ ഒന്ന് വായിക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ഈസ്, ഒരു കുട്ടി ചിന്തിക്കുകയാണ്, അല്ലേ, ഒരു ഇൻഡിവിജ്വൽ ചിന്തിക്കുകയാണ്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നാച്ചുറൽ, ഹ്യൂമൻ ആക്ഷൻ ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. ഇതൊരു കോമൺ സെൻസ് നോളജാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അത് നാച്ചുറലാണ്. ഹ്യൂമൻ ആക്ഷൻ ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. ഹ്യൂമൻസിന് അതിനകത്ത് എന്നാ ചെയ്യാൻ പറ്റും? ഇങ്ങനൊരാൾ നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നമ്മുടെ ജോഗ്രഫിക്കകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോബ്ലം അല്ല. അതിനകത്ത് നാച്ചുറലായിട്ടും അല്ലാതെയുമുള്ള ധാരാളം ആസ്പെക്റ്റ് അതിനകത്തുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ ഹ്യൂമൻ ബീങ്സ്. ബാക്കി ഒരുപാട് ആസ്പെക്ട്സ് അതിനകത്തുണ്ട്. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നാച്ചുറലാണ്, ഹ്യൂമൻ ബീങ്സിന് അതിനകത്ത് ഒരു കാര്യവും ഇല്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും കോമൺ സെൻസ് നോളജാണ്. ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്. ഓക്കെ, അടുത്തായിട്ട് പറയുന്നത് കണ്ടോ, എ ഹൈ സ്കോർ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് യു സ്റ്റഡി ഫോർ ലോങ്ങർ അവേഴ്സ്. ഒരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് നല്ല സ്കോർ കിട്ടണമെങ്കിൽ ഞാൻ ലോങ് അവേഴ്സ് പഠിക്കണം. ലോങ് അവേഴ്സ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഉയർന്ന സ്കോർ കിട്ടുമോ? നോ, കിട്ടത്തില്ല. അതിനെന്തൊക്കെ വേണം? അതിനകത്ത് വേറെ കുറച്ച് ആസ്പെക്റ്റ് കൂടി വരണം. ലോങ് അവേഴ്സ് പഠിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ്, പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹൈ സ്കോർ കിട്ടണമെന്നില്ല. അയാൾക്ക് അതിനെ പറ്റിയ പുസ്തകങ്ങൾ വേണം, അതിന് പറ്റിയ ഗൈഡുകൾ വേണം, അതിന് പറ്റിയ മെൻറ്റേഴ്സ് വേണം, അതിന് പറ്റിയ ടീച്ചേഴ്സ് വേണം. അങ്ങനെ ഒരുപാട്, അതിന് ഒരുപക്ഷെ അയാൾക്ക് ഒരു ലാപ്ടോപ്പ്, ഒരു ഇൻ്റർനെറ്റ്, ഇതൊക്കെ ആവശ്യം വരും. അല്ലാതെ അയാൾ ലോങ് അവേഴ്സ് ഇരുന്ന് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് എന്ത് കിട്ടണമെന്നില്ല? ഹൈ സ്കോർ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഹൈ സ്കോർ കിട്ടാൻ ഞാൻ ലോങ് അവേഴ്സ് പഠിച്ചാൽ മതി എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് എന്ത് നോളജ് മാത്രമേ ഉള്ളൂ? കോമൺ സെൻസ് നോളജ് മാത്രമേ ഉള്ളൂ. അത് സയൻറ്റിഫിക് അല്ല.
അത് അയാളുടെ പ്രാക്ടിക്കൽ ഒരു നോളജാണ്. അയാൾ പലരെയും കണ്ടു, ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ അങ്ങനെ അങ്ങ് ഒബ്സർവേഷൻ കൊണ്ടങ്ങ് ഒരു കൺക്ലൂഷനിൽ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് അയാളുടെ അസംഷനാണ്. ഇയാൾ ഒബ്സർവ് ചെയ്ത ആളെ ഇയാൾ പൂർണ്ണമായും ഒബ്സർവ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അവരെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, നെറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, അവരെ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, കൂടുതൽ ടെക്സ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, ഗൈഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും ഇയാൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഇയാൾ ആകെ ചിന്തിക്കുന്നത് എന്താണ്? അവർ ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ. ഒരാൾ ചിന്തിക്കുകയാണ്, ഈ ടീനേജേഴ്സ് എന്ന് പറയുന്നവരെ, അതായത് ഒരു 13 വയസ്സ് തൊട്ട് ഒരു 18-20 വയസ്സ് വരെയുള്ള കുട്ടികളെ ഭയങ്കര റിബല്യസ് ആണ്, അവർ ഇറസ്പോൺസിബിൾ ആണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നുണ്ടോ? അപ്പോൾ ഒരാൾ അങ്ങനത്തെ ഒരു അസംഷനിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ ഒബ്സർവേഷനിൽ അയാൾ കണ്ട സോഷ്യൽ സ്ട്രക്ചറിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതൊരു ജനറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റെസ്പോൺസിബിൾ ആയിട്ടുള്ള എത്രയോ ടീനേജേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിബല്യസ് അല്ലാത്ത വളരെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന എത്രയോ ടീനേജ് കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്ത് ഒബ്സർവേഷനാണ്? ഇറ്റ് ഈസ് ഓൺലി കോമൺ സെൻസ് നോളജ്. അപ്പോൾ കോമൺ സെൻസ് നോളജിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ബേസസ് ഇറ്റ് സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്പ്. It is not based on scientific observation. Complex social problems cannot be understood through common sense knowledge. If the problem is complex, this common sense knowledge has nothing to do it. Then provide only practical knowledge. ഇത് പഠിച്ചോണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Then what are the factors that contribute individual problem? ഇപ്പം അനുവിൻ്റെ കേസ് തന്നെ എടുക്കുക. അനുവിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുവിന് വീട്ടിൽ അനുഭവിക്കുന്ന പോവർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലമാണ്. പക്ഷേ അതിനകത്ത് വേറെ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ഇൻഡിവിജ്വൽ പ്രോബ്ലം? ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നത് ഫിനാൻഷ്യൽ ആകാം, അത് എൻവയോൺമെൻ്റൽ ആകാം, അത് അഡ്മിനിസ്ട്രേറ്റീവ് ആകാം, ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ് ആകാം. അപ്പോൾ ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ്, എൻവയോൺമെൻറ്റ്, ഫിനാൻഷ്യൽ. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. എക്സാമ്പിൾ പറയുമ്പം ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർ വില്ലിംഗ് ആണ് ജോലി ചെയ്യാൻ. ദേ ആർ വില്ലിംഗ് ടു വർക്ക്, ദേ ഹാവ് ഗുഡ് എഡ്യൂക്കേഷൻ, ദേ ആർ വില്ലിംഗ്, ബട്ട് ദേ ഹാവ് നോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ വില്ലിംഗ് ആണ്, അവർക്ക് എഡ്യൂക്കേഷനും ഉണ്ട്, പക്ഷേ അവർക്ക് എന്ത് ലഭിക്കുന്നില്ല? എംപ്ലോയ്മെൻറ്റ് ലഭിക്കുന്നില്ല. അവരിങ്ങനെ ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും എഴുതി നടക്കുന്നു. ഇപ്പം ഈ ഒരു പ്രോബ്ലം, ഈ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഇൻഡിവിജ്വൽ പ്രോബ്ലമാണ്. പക്ഷേ അതിന് എത്രയെല്ലാം ഫാക്ടേഴ്സ് ഉണ്ട്? അത് ഫിനാൻഷ്യൽ ആകാം, കുറച്ച് രൂപയും കൂടി അവർക്ക് എവിടെയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോബ്ലം മാറും. അത് എൻവയോൺമെൻറ്റലാകാം. ഇപ്പം ഈ പ്രോബ്ലത്തിനകത്ത് എൻവയോൺമെൻറ്റൽ വരുന്നില്ല, പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ശരിയല്ലെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും. ഗവൺമെൻറ് ആളുകൾക്ക് നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും. ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രോങ്ങും കുറച്ചുകൂടി ഇഫക്റ്റീവുമാണെങ്കിൽ അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല. പിന്നെന്താണ്? അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ആകാം, ഫിനാൻഷ്യൽ ആകാം, ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അമേരിക്കയിൽ അത് കാണുന്നില്ല. അമേരിക്കയിലില്ല, യൂറോപ്പിലില്ല. അവിടെയൊക്കെ ഇഷ്ടം പോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റി കൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റി ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറവുകളാകാം, എൻവയോൺമെൻറ്റലാകാം, ഫിനാൻഷ്യൽ ആകാം. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബ്ലത്തിന് പല ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? ഫിനാൻഷ്യൽ, എൻവയോൺമെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ്, ജോഗ്രാഫിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും കോമൺ സെൻസ് നോളജിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ അതിനേക്കാൾ എന്ത് കാണണം? വി ഹാവ് ടു അഡ്വാൻസ്ഡ്, നമ്മൾ മുന്നേറണം. ഓക്കെ, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ലോ ലെവലാണ്. ഇനി നമ്മൾ വേറൊരു പുതിയ വാക്ക് പഠിക്കുകയാണ്. വാട്ട് ഈസ് സോഷ്യൽ അനാലിസിസ്, ഹൗ ഇറ്റ് ഹെൽപ്സ്. ഇപ്പം നമ്മൾ ഈ സോഷ്യോളജിയിൽ പഠിക്കുന്നത് ഒരു സോഷ്യൽ അനാലിസിസ് ആണ്. അനാലിസിസ്,
What is social analysis? How it helps? Social analysis is the process of examining how social relationship, social institutions, social structures and social problems affect individual and society. അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്. പല ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ സോഷ്യൽ അനാലിസിസിലൂടെ എന്താണ് സംഭവിക്കുക? ഇറ്റ് ഈസ് എ പ്രോസസ്. അതൊരു പ്രോസസ്സാണ്. സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ പ്രോബ്ലംസ് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഓക്കെ, ടീച്ചർ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്തിനകത്ത് വരും? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്കൂൾസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹോസ്പിറ്റൽസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇനി സോഷ്യൽ റിലേഷൻഷിപ്പ്, ഒരു സൊസൈറ്റിയിൽ തന്നെ പല റിലീജിയസ് ആളുകൾ കാണാം, പല കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ കാണാം. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ സ്ട്രക്ചറും, ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്, ഇങ്ങനെയുള്ള സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ പ്രോബ്ലംസും എങ്ങനെയാണ് ഇൻഡിവിജ്വലിനെയും സൊസൈറ്റിയെയും അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ അനാലിസിസ്. അത് ഫോർമലാണ്. സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജ് പോലല്ല, അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ പ്രോബ്ലംസ്, ഹൗ ദിസ് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സോ വി അനലൈസ്. ഇറ്റ് ഈസ് എ പ്രോസസ്. സോഷ്യൽ അനാലിസിസ് ഈസ് എ പ്രോസസ്. ഇനി എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ആസ് ടു ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വേരിയസ് സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രൊവൈഡ് സജഷൻസ് ഫോർ ദെയർ ഇംപ്രൂവ്മെൻറ്റ്. അതായത് സോഷ്യൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട്, ഫോർമലായിട്ട്, സയൻറ്റിഫിക്കായിട്ട് സോഷ്യൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അത് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഡീപ്പർ, ഈ കോമൺ സെൻസ് നോളജ് എന്നൊക്കെ പറയുന്ന ഡീപ്പല്ല, അത് പുറമേ ഉള്ളതാണ് അല്ലേ? അത് നമ്മൾ പറയത്തില്ലേ, ഇത് തൊലിപ്പുറമേ ഉള്ളതാന്ന് പറയും. അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്നൊക്കെ പറയുന്നത് പുറമേ ഉള്ളതാണ്. ബട്ട് സോഷ്യൽ അനാലിസിസോ ഇറ്റ് ഈസ് ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് വേരിയസ് സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രൊവൈഡ് സജഷൻസ്. ഇത് സിറ്റുവേഷൻ കണ്ടുപിടിക്കുക മാത്രമല്ല, ദേ ക്യാൻ പ്രൊവൈഡ് സജഷൻസ് ഫോർ ദെയർ ഇംപ്രൂവ്മെൻറ്റ്. ഈ സിറ്റുവേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഇപ്പോൾ അനുവിൻ്റെ കേസിൽ അനുവിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം, പോവർട്ടി എന്താണെന്നുള്ളത് ഒരു സോഷ്യൽ അനാലിസിസ് നടത്തിയാൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് കൂടി കൊടുക്കാൻ പറ്റും. അനുവിന് നമുക്ക് കുറച്ച് സജഷൻസ് കൊടുക്കാം, നീ ഇന്നതുപോലെ ചെയ്യുക, നിൻ്റെ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഇതൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോഷ്യൽ അനാലിസിസ് ഈസ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് of the factors influence social situations and it provides suggestions also for their improvement. ഓക്കെ, പ്രോബ്ലത്തെ ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് വരെ കൊടുക്കാൻ പറ്റും എന്ത് നടത്തിയാൽ? സോഷ്യൽ അനാലിസിസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇപ്പോൾ അനുവിന് നമുക്കൊരു സജഷൻ കൊടുക്കണമെങ്കിലും അവിടെ പ്രോബ്ലത്തെ നമുക്ക് ഒന്ന് സോൾവ് ചെയ്യണമെങ്കിലും നമ്മൾ കോമൺ സെൻസ് നോളജിൽ നിന്നാൽ പോരാ, പിന്നെ എന്ത് വേണം? സോഷ്യൽ അനാലിസിസ് നടത്തണം. ഓക്കെ, ഇനി നമ്മൾ വേറൊരു പുതിയ വാക്ക് പഠിക്കുകയാണ്. വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? നമ്മുടെ ടെക്സ്റ്റിലെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, സോഷ്യൽ അനാലിസിസും സോഷ്യോളജിക്കൽ ഇമാജിനേഷനുമാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ. അപ്പോൾ സോഷ്യൽ അനാലിസിസ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അത് നടത്തിയാൽ മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ പ്രോബ്ലത്തെയും സൊസൈറ്റിയുടെ പ്രോബ്ലത്തെയും നമുക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് സൊല്യൂഷൻസ് കൊടുക്കാനും പറ്റുള്ളൂ. ഇനിയും അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഹൗ ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ഇൻഡിവിജ്വൽ പ്രോബ്ലം. Sociological imagination is the skill to identify and analyze how individual problems are related to broader social structure. Sociological imagination is the skill. അതൊരു സ്കില്ലാണ്. അതെങ്ങനെ വരുള്ളൂ? അത് നമ്മുടെ എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് ആ സ്കില്ല് വരുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ സ്കിൽ. എന്ത് സ്കില്ലാണ്? ടു ഐഡൻറ്റിഫൈ ആൻഡ് അനലൈസ് ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആർ റിലേറ്റഡ് ടു ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അനുവിൻ്റെ കേസ്
എങ്ങനെ അതൊരു സോഷ്യൽ സ്ട്രക്ചറിലേക്ക് അതിൻ്റെ ഒരു ബ്രോഡർ ഒരു അനാലിസിസ്, അനുവിൻ്റെ പ്രോബ്ലത്തെ നമുക്ക് ബ്രോഡായിട്ട് വളരെ വിശാലമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഏതുകൊണ്ട് സാധിക്കും? സോഷ്യൽ ഇമാജിനേഷൻ കൊണ്ട് സാധിക്കും. അതൊരു സ്കില്ലാണ്. ഈ സ്കില്ല് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കത് നമ്മുടെ എഡ്യൂക്കേഷനിലൂടെയാണ് അത് കിട്ടുക. സോ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ സ്കിൽ ടു ഐഡൻറ്റിഫൈ ആൻഡ് അനലൈസ് how individual problems are related to broader social structure. The concept of social imagination was introduced in the book. ആദ്യമായിട്ട് ഈ സോഷ്യൽ ഇമാജിനേഷൻ എന്നുള്ള വേർഡ് വന്നത് ഒരു ബുക്കിൽ നിന്നാണ്. ആ ബുക്കിൻ്റെ പേരും അത് തന്നെയാണ്, ദ സോഷ്യൽ ഇമാജിനേഷൻ. ആരാണിത് എഴുതിയത്? അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ ചാൾസ് റൈറ്റ് മിൽ എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് എഴുതിയ ദ സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഈ വേർഡ് കിട്ടിയത്, സോഷ്യൽ ഇമാജിനേഷൻ. ഇറ്റ് ഈസ് എ സ്കിൽ ടു ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ആൻഡ് അനലൈസ്. എന്താണ് ഈ ഐഡൻറ്റിഫൈ? തിരിച്ചറിയണം. ആദ്യം ആ പ്രോബ്ലം തിരിച്ചറിയണം, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം. ആ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആൻഡ് റിലേറ്റഡ് ടു ബ്രോഡർ സ്ട്രക്ചർ. He proposed this concept as a skill that helps to see individual problem as part of wider social structure. അപ്പോൾ കോമൺ സെൻസ് നോളജിൽ നിന്നും വലിയൊരു വളർച്ചയുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, സോഷ്യൽ ഇമാജിനേഷനിൽ വരുന്നത്. കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ലോ ലെവലും സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഹൈ ലെവലുമാണ്. ഈ സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഹൈ ലെവൽ സ്റ്റേജിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ നമുക്ക് എന്ത് സ്കില്ലുണ്ടാവും? നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ പ്രോബ്ലവും ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചറിൽ എങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആവുമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ദ സ്കിൽ ദാറ്റ് ഹെൽപ്സ് ടു സീ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആസ് എ പാർട്ട് ഓഫ് വൈഡർ സോഷ്യൽ സ്ട്രക്ചർ. നമ്മൾ കണ്ടു അനുവിൻ്റെ പ്രോബ്ലം അനുവിൻ്റെ മാത്രം ലേസിനെസ് കൊണ്ടോ അനുവിൻ്റെ മാത്രം വീട്ടിലെ പ്രശ്നമല്ല. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സംഭവങ്ങൾ കാണും, ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ് കാണും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഉണ്ടായിരിക്കാം, എൻവയോൺമെൻറ്റൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഹൈ ലെവൽ. അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഇൻഫോർമലായിട്ടുള്ള ഒരു നോളജാണ്, അതൊരു പ്രാക്ടിക്കൽ നോളജാണ്. എന്നാൽ സോഷ്യൽ ഇമാജിനേഷൻ ഹൈ ലെവലാണ്, അതൊരു സെപ്പറേറ്റ് സ്കില്ലാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇമാജിനേഷൻ? സോഷ്യൽ ഇമാജിനേഷനെ അത് ഞാൻ പറഞ്ഞു ഹൈ ലെവലായിട്ടുള്ള കാര്യമാണ്. ഇൻഡിവിജ്വൽ പ്രോബ്ലത്തെ സോഷ്യൽ സ്ട്രക്ചറിലേക്ക് നമുക്ക് അതുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. അത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിനെ ബ്രോഡൻ ചെയ്യാൻ സഹായിക്കുന്നു, ബ്രോഡാക്കാൻ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. സോഷ്യൽ ഇഷ്യൂസിനെ ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്നു, പുറമേയുള്ള പഠിത്തമല്ല, ഡെപ്ത്, ഇൻ ഡെപ്ത്. എനേബിൾ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടി അത് നമ്മളെ എനേബിൾ ചെയ്യുന്നു. ഡെവലപ്പ് എമ്പതി ആൻഡ് ടോളറൻസ്. മറ്റുള്ളവരോട് നമുക്ക് എമ്പതിയും ടോളറൻസും ഉണ്ടാക്കുന്നു. ടോളറൻസ് എന്താണ്? സഹിഷ്ണുത അല്ലേ? എമ്പതി എന്നൊക്കെ പറഞ്ഞാൽ സിമ്പതി, എമ്പതി നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിമ്പതിയേക്കാൾ കുറച്ചുകൂടി ഹൈ ലെവലാണ് എമ്പതി. അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നു. ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ്. നമ്മൾ ഓരോ കാര്യത്തെയും ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു. അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അപ്പം ഒരു വണ്ടി വേറൊരു വണ്ടിയുമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ പെട്ടെന്നുള്ള ഒരു കോമൺ സെൻസ് നോളജ് എന്താണ്? അവർ ചിന്തിക്കുന്നത് ആ ഡ്രൈവറുടെ പ്രശ്നമാണ്, അയാൾ ശ്രദ്ധിച്ചില്ല, അയാൾ നോക്കി ഓടിച്ചില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നോ, ദാറ്റ് ഈസ് ഓൺലി എ കോമൺ സെൻസ് നോളജ്. അവിടെ വേറെ ആസ്പെക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമ്മൾ ഡെപ്തായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ എന്തൊക്കെ വരും? ആ റോഡിൻ്റെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ അവിടെയുള്ള വെളിച്ചത്തിൻ്റെ കുറവാകാം, അവിടെ ഉണ്ടായിരുന്ന സൈൻ ബോർഡുകളുടെ പ്രശ്നമാകാം, പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വെളിച്ചമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ശരിയല്ലായിരുന്നു. എത്രയോ പ്രശ്നങ്ങൾ കാണും, എത്രയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ബ്രോഡൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ സോഷ്യൽ ഇമാജിനേഷനാണ്. അതാ ഇവിടെ പറയുന്നത്. ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ്. ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. പല സമൂഹങ്ങളിലും സോഷ്യൽ നോംസ് എല്ലാം പോസിറ്റീവ് ആകണമെന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു കാലത്തുണ്ടായിരുന്ന അൺടച്ചബിലിറ്റി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അവിടെ കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളുണ്ടായിരുന്നു. ഓരോ കാസ്റ്റിലും പെട്ടവരെ ഇത്ര ദൂരം നിൽക്കണം, അല്ലെ അവർ ഇന്ന സ്ഥലത്ത് കയറാൻ പാടില്ല. ഇങ്ങനെയുള്ള നോംസ് ഒക്കെ നമുക്കറിയാം നെഗറ്റീവ് സോഷ്യൽ നോംസ് ആയിരുന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു കാലം വരെ ആളുകൾ എന്താണ് അവരുടെ കോമൺ സെൻസ് നോളജിൽ